ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഫ്യൂച്ചറിലും ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നു. ആ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റ് എനർജിയിട്ടാണ്, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ മുൻപോട്ട് വിടാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമീപ്യം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്നത്, ആ ഒരു തരത്തിലുള്ള ഒരു എനർജി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇൻറ്റിമസി തന്നെ നിങ്ങൾക്ക് ഇനിയും കിട്ടണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഇതിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ള വ്യക്തികളുണ്ടാവും. ചിലരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സാമീപ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ മനസ്സ് വല്ലാതെ തേടിക്കൊണ്ടിരിക്കുന്നു, ഈ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു എനർജിയിലേക്ക് പോകണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ഒരു ആവേശമായിരുന്നു നിങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള അത്രയും ആ ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി അവർ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അപ്പോൾ അവരിൽ അത്രയും ഒരു ആ ഒരു ഫയർ എനർജി നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അൾട്ടിമേറ്റ് ആണ് ഈ ഒരു പേഴ്സൺ. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കിനി വേറെ ഒരു സൗഭാഗ്യവും വേണ്ട, അല്ലെങ്കിൽ മറ്റേ ഒരു വ്യക്തിയും ഇതിനേക്കാളും എത്ര നല്ല ക്വാളിറ്റീസ് ഉള്ള പേഴ്സൺസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരുടെ എന്നുണ്ടെങ്കിലും ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. കാരണം ഇതാണ് അൾട്ടിമേറ്റ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ലെസ് കോൺടാക്റ്റിലൂടെയൊക്കെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ തീർത്തും നോ കോൺടാക്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളതിന് വേണ്ടിയിട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ആക്കുന്നുണ്ടാവാം, ചില സമയത്ത് നിങ്ങൾ ഡെസ്പായി പോകുന്നുണ്ടാവാം. എങ്കിലും പൂർവാധികം ശക്തിയായിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ചു കയറി വരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് പൂർണ്ണമായിട്ടും ഇത് വിട്ടുകളയാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റ് ആയിട്ട് കുറച്ചധികം കാലമായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഹോപ്പാണ് നിങ്ങളെ ഇതിനകത്ത് തീർച്ചയായിട്ടും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമ എന്താണ് എന്ന് പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ എടുക്കാത്ത പല റിസ്ക്കുകളും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വന്നതുകൊണ്ട് പല പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഭയന്നിരുന്ന, ചെയ്യാനായിട്ട് മടിയായിട്ടിരുന്ന പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവും. അതായത് ഈ ഒരു പേഴ്സണെ കൊണ്ട് നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ദി വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. അതായത് ആ ഒരു നിങ്ങൾ എത്രയും സന്തോഷിച്ചിട്ടുണ്ടോ, ഈ ഒരു പേഴ്സൻ്റെ ഒരു സാമീപ്യം നിങ്ങൾ എത്രമേൽ ഹാപ്പി ആക്കിയിട്ടുണ്ടോ അതിന് നേരെ എതിരായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റിയിൽ നിങ്ങളെ കൊണ്ടുപോവുക, നിങ്ങളെ ഒരുപാട് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നറിയാതെ നിങ്ങൾ കൺഫ്യൂസ് ആവുന്നുണ്ടാവും. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെ മൊത്തത്തിലൊരു സീക്രസി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം.
ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന കാര്യമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പലതരത്തിലുള്ള നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് തന്നെ പറയുന്നത് ഈ ഒരു പേഴ്സൺ എന്നോട് ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആ ഒരു എനർജി അതൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതെങ്ങോട്ട് പോയി? ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്നേഹം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇത്രയും എന്നോട് സ്നേഹം കാണിച്ചിട്ട് ഇപ്പോൾ ആ ഒരു അതിൻ്റെ ഏഴയിലത്ത് പോലും വരാത്ത രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളെ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ തളർത്തുന്നുണ്ടാവാം. നമ്മൾ ഏതൊരു ഫിലിമിനകത്ത് പറയുന്നത് പോലെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരുപാട് മോഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം, ഇതെല്ലാം നിങ്ങൾക്ക് വാരിക്കോരി തന്ന് നിങ്ങൾ അത്രയും ആ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുവച്ചിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷേ അവിടെ ചെന്ന് നിങ്ങളെത്തി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആളെ കാണുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങളൊരു സ്വപ്നത്തിലേക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളൊരു പേഴ്സൺ പിന്നീട് അതിൽ നിന്ന് പതിയെ മാറിപ്പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നില്ല. നിങ്ങളുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പോലെ എനിക്കത് തന്നെ തിരിച്ചു വേണം എന്നുള്ള ആ ഒരു പാസ്റ്റ് എനർജിയിൽ വളരെയധികം ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ശടിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ആ ഒരു സാമീപ്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള താല്പര്യമോ ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. പക്ഷെ അവർക്ക് പഴയതുപോലെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ഒരു തേർഡ് പാർട്ടി സാഹചര്യം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിലനിന്ന് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ തലപൊക്കി വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ നേരത്തെ ഉള്ള വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നതായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി എനർജി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ആവേശം, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫയർ എന്ന് പറയുന്ന ആ ഒരു എല്ലാ കാര്യങ്ങളും ഒരു തണുപ്പൻ മട്ടിലേക്ക് ആയിപ്പോയത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിന് ഒത്ത് നിങ്ങളോട് പെരുമാറാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും ഈ ഒരു എനർജി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ബേർഡനായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതായത് അവരെ കൊണ്ട് എടുത്താൽ പൊക്കാത്ത ഒരു ഭാരമാണിത്, അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാൻ കഴിയാത്തൊരവസ്ഥ, ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നൊരവസ്ഥ. ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പണായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചൊരു കാര്യമായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരത്രത്തോളം സ്റ്റക്ക് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ അവരത്രയും ആവേശത്തോടു കൂടി വന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എങ്കിൽ പോലും ഇതൊരു ഭാരമായിട്ട് തോന്നുന്ന ഒരവസ്ഥ വരെ അവരുടെ ലൈഫിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം നമ്മൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നു കഴിഞ്ഞാലും ഈ ബന്ധം ഞാൻ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് എന്തും പിന്നോക്കം വെക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കും. ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ എനർജീസ് ഉള്ളത്. അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതലൊരു എനർജി ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ സാക്രിഫൈസസ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. അതായത് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു ബാലൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വന്ന് കളിച്ചതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു നിങ്ങളോടുള്ള എല്ലാ തരത്തിലുള്ള ആകർഷണീയമായിട്ടുള്ള ഒരു പെരുമാറ്റം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് മറച്ചു വെക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറയേണ്ട അവസ്ഥയോ ഒക്കെ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ചിലപ്പോൾ ഒരിക്കലും ദേഷ്യപ്പെട്ട് സംസാരിക്കാതിരുന്ന, അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ നിങ്ങളെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് ഷൗട്ട് ചെയ്യുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും മോശമായിട്ട് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജ് വരെയൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പേഴ്സണോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ ഇതെനിക്ക് വേണം എന്നുള്ള ആ ഒരു വാശി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹമോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം, അതവിടെ നിലനിൽക്കുന്നതും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അത് അവരെ വിട്ടു പോയിട്ടില്ല. ഇതിനകത്ത് ചിലപ്പോൾ തീർത്തും നോ കോൺടാക്റ്റിലൊക്കെ പോയിട്ടുള്ള വ്യക്തികളുണ്ടാവും, എങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും നിങ്ങളുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ എനർജിയുടെ അനുഗ്രഹമുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കാത്തത് പോലും ആ ഒരു ഫോഴ്സ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എനർജി, ഒരു പഴയ കാര്യം തന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ അതിനി നടക്കുമോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എത്ര ഡെത്തായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും റീബർത്ത് ഉണ്ടാവുന്ന ഒരു ബന്ധമാണ്. കാരണം ഇവിടെ നമുക്ക് ആ ഒരു ഒറാക്കിൾ മെസ്സേജസിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനത്തിന് വേണ്ടി വന്നിട്ടുള്ള ഒരു ബന്ധമാണിത്. അപ്പോൾ ആ ഒരു ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെപ്പോഴും ഹാപ്പിനെസ്, അല്ലെങ്കിൽ മൊത്തം നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല. ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളുടെ ചില സാഹചര്യങ്ങളൊക്കെ ഒന്ന് പരിവർത്തനത്തിന് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളതും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. ചില ചാലഞ്ചസ് ഉണ്ടാവാം. പക്ഷേ ഇതിലൂടെയൊക്കെ നമ്മൾ കടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി ഒന്ന് ട്രാൻസ്ഫോം ആയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധമാണിത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ബന്ധം കടന്നു വന്നിട്ടുള്ളതും ഒരിക്കലും വെറുതെ നിസ്സാരമായിട്ട് വന്നിട്ടുള്ളതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിന് മുൻപ് ചിലപ്പോൾ ഏതെങ്കിലും പേഴ്സൺസ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷനിലോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയപ്പോഴോ നിങ്ങൾ ഇതുപോലെ വിഷമിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷനുമായിട്ട് വന്നിരിക്കുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എക്സ്പീരിയൻസസ്, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കി പോകാം. ആരും നിങ്ങളെ പിടിച്ചു നിർത്താൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു മനസ്സ് പറയുകയാണ് ഈ ഒരു ബന്ധം വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇനി ഇതിന് വേണ്ടിയിട്ട് വിഷമിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല, ഈ ഒരു പേഴ്സണെ തന്നെ ഞാൻ ഇനി ഓർക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഈ പേഴ്സൺ ഇനിയും നിങ്ങളോടൊപ്പം വേണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ ചില വ്യക്തികളുടെ ഒരു വരവും പോക്കും ചിലപ്പോൾ നമ്മൾ പോലും അറിയണമെന്നില്ല, അല്ലെങ്കിൽ അതിൽ നമുക്ക് വലിയൊരു ഇഷ്യൂ തോന്നണമെന്നില്ല. വന്നതുപോലെ തന്നെ ഒരു പേഴ്സൺ പോയി, അല്ലെങ്കിൽ ഒരു കാലത്ത് അത്രയും സ്നേഹമായിട്ട് ദൃഢമായിട്ട് പോയൊരു ബന്ധമായിരിക്കും. അത് പിന്നീട് നഷ്ടപ്പെടുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചില സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം നമുക്ക് എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് അത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ അതിൽ തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബന്ധവും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം നിങ്ങൾ മനസ്സിനകത്ത് കൊണ്ട് നടക്കുക. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്തൊന്ന് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇല്ല, എല്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കും, മാറ്റം വരും എന്ന് പറഞ്ഞ് എത്രയൊക്കെ കൺഫ്യൂസ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എത്രത്തോളം എക്സോസ്റ്റ് ആയി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വിട്ടു പോകാത്തതിൻ്റെ ഒരു റീസണ് ഈ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരു റീബർത്ത്, ആ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയതായിട്ട് ഈ ഒരു ബന്ധം വന്നു ചേരുന്നത് എങ്ങനെയാണോ അതുപോലെയുള്ള ആ ഒരു എനർജി ഇതിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് വിഷമിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങളുടെ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് കളയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് യാതൊരു ആവശ്യമില്ല. അങ്ങനെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇപ്പോൾ പലർക്കും ഉള്ളൊരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വിചാരിക്കുന്നുണ്ടാവും, അത് ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ നമുക്ക് ചുറ്റും വരുന്ന പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ കണ്ടില്ല എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുക. അല്ലെങ്കിൽ അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ വിചാരിച്ച് ഈ ഒരു കാര്യം നടന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് എല്ലാം മോശമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ വിഷമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് തന്നെ ആ ഒരു ഡിവൈൻ എനർജിയെ പോലും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ ഇരിക്കാതെ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തോടുകൂടി വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ദൈവത്തോട് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എത്രയോ ആൾക്കാർ അതിനൊന്നും സാധിക്കാതെ, അല്ലെങ്കിൽ ഓരോ ദിവസങ്ങൾ എണ്ണി കഴിയുന്ന വ്യക്തികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച വ്യക്തികളുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നല്ല ഒരു ലൈഫ്, അല്ലെങ്കിൽ ഇത്രയും നല്ല ഒരു ഫിസിക്കൽ ബോഡി ഫിറ്റ്നസ് ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം മാത്രമാണ്.
അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആങ്സൈറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾ റിലീസ് ചെയ്ത് കളയാന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിക്ക് ഇതൊക്കെ റിലീസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ആ ഒരു ഫോഴ്സിൽ വിശ്വസിക്കുമ്പോഴായിരിക്കും നമുക്കിത് ഉപേക്ഷിക്കാനായിട്ട് തോന്നുന്നത്. അപ്പോഴാണ് നമ്മൾ വളരെയധികം സ്റ്റേബിൾ ആവുക, ഒന്നിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ആവലാതെ ഇല്ലാതെയാവുക. ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ഏത് സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യമോ അല്ലെങ്കിൽ നമ്മളാകെ കൺഫ്യൂഷനിലാകുന്ന സാഹചര്യത്തിലോ, അല്ലെങ്കിൽ നമുക്ക് കമൻസിൽ പോലും കാണാൻ സാധിക്കാറുണ്ട് പലരും ആ ഒരു ശക്തിയെ വിളിക്കുന്നത്. പലരും പല പേരിട്ടായിരിക്കാം വിളിക്കുന്നത്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ എൻ്റെ മഹാദേവൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പോകുന്നവരായിരിക്കും. ആ തരത്തിൽ നമ്മൾ കമൻസിൽ പോലും കാണാറുണ്ട്. ഇനി ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എൻ്റെ പഠിച്ചവൻ എന്നെ കൈവിടില്ല എന്ന് പറഞ്ഞിട്ട് കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ ഒരു ശക്തിയെ അവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ അത് നമ്മളോടൊപ്പം ഉണ്ട്, നമുക്കൊരു ഉടയോനുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ് ആ ഒരു തരത്തിൽ വിശ്വസിച്ച് പോകുന്നവരുണ്ട്. അപ്പം നമ്മൾ ഏത് പേരിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നമ്മളുടെ മതപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വളർന്നതായിരിക്കും. പക്ഷെ ഒരു ശക്തിയാണ്, ആ ഒരു ഫോഴ്സിനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നമ്മളുടെ ആദി ഇതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന എപ്പോഴാണ്? നമുക്ക് അങ്ങനെ ഒരു രക്ഷകനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു പരിധിവരെ നമ്മളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനായിട്ട് കഴിയും. നമ്മളുടെ ഭാവി നമ്മൾ തന്നെയാണ് തീരുമാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത പോലെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മനസ്സ് അസ്വസ്ഥമായി തീരുന്നത്. അപ്പോൾ എനിക്കുള്ള നന്മ നമ്മളിലേക്ക് എത്തിക്കും എന്ന് തന്നെ ചിന്തിക്കുക. അതായത് നമ്മളുടെ കർമ്മം എന്താണോ അതനുഷ്ഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കിയെല്ലാം, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന റിസൾട്ട് ആയിക്കോട്ടെ, നമ്മളുടെ ലൈഫ് ആയിക്കോട്ടെ, അത് ആ ഒരു ശക്തി തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ആ ഒരു ശക്തിയുടെ കയ്യിൽ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് എനർജീസും കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് കിട്ടുന്ന ഓരോ കൊച്ചു കൊച്ചു ബ്ലെസ്സിങ് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതുപോലെ സാധിക്കുന്നത് ആ ഒരു അവസരത്തിലാണ്. അപ്പോഴാണ് നമ്മളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ യൂണിവേഴ്സിനോട് ചോദിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ പോവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജി ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപദ്രവം കൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു എനർജി നമ്മൾക്കിടയിൽ തടസ്സമായിട്ട് വന്നിരിക്കുന്നത് പോലും ഒരു നിയോഗമാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലൈഫ് ലോങ് ഉള്ള ഒരു ബന്ധം തന്നെയാണ്. ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. കാരണം ചില റിലേഷൻഷിപ്പൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവരവരുടെ ഒരു കർമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണോ അതിനകത്ത് അനുഷ്ഠിക്കാനുള്ളത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പർപ്പസ് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലവർ പിരിഞ്ഞു പോകുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നതിന് ശേഷം പിന്നീട് അത് ഇല്ലാതെയാവുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ അതിനകത്ത് ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായെന്ന് വരാം, എങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഒരിക്കലും വിട്ടു പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടക്കാനായിട്ട് പോകുന്ന എന്താണോ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ നോക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു പഴയ സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹമുണ്ട്, അത് വേണം എന്നുള്ളൊരു എനർജിയിലാണ് ഇവിടെ പലരും നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റിമസി, അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻറ്റ് നടക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജീസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു ശക്തിയോട്, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിനോട് അടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ശക്തിയെ നിങ്ങൾ വിശ്വസിക്കുക, അത് നിങ്ങളെ കൈവിടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കുറച്ചും കൂടി നിങ്ങളുടെ ആ ഒരു റെസനേറ്റിംഗ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ വൈ ആണ്. അത്തം നക്ഷത്രം, ജൂലൈ മന്ത്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, വയനാട്, ഫെബ്രുവരി മന്ത്, നമ്പർ 6, തൃക്കേട്ട നക്ഷത്രം, മെയ് മന്ത്, നമ്പർ 10, നമ്പർ 26, letter H, letter M,
കോഴിക്കോട് നമ്പർ 11 ലെറ്റർ ഡി അശ്വതി നക്ഷത്രം പൂരം നക്ഷത്രം ആയില്യം നക്ഷത്രം ലെറ്റർ എ സ്കോർപിയോ സോഡിയക് സൈൻ ലെറ്റർ ഒ നമ്പർ 2 ലെറ്റർ ടി ആണ് കേട്ടോ മകം നക്ഷത്രം ആൻഡ് ഫൈനലി ലെറ്റർ ആർ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, ആ സ്ട്രോങ് ബോണ്ടിങ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.